ഇവർ വിവാഹിതരായാലെന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൗഭാഗ്യപുരം തറവാട്ടിൽ എപ്പോഴും ഓരോരോ കലഹങ്ങളും പ്രശ്നങ്ങളുമാണെന്ന് മുത്തശ്ശി സംഗീതയോട് പറയുന്നുണ്ട്. അമ്മയോട് പറയാണ്, അമ്മേ അതൊക്കെ ഒരു വിധത്തിൽ നമുക്ക് ഒതുക്കി തീർക്കാലോ. ഇപ്പോൾ നമ്മെന്തായാലും ഭവാനിയെ കണ്ടുപിടിച്ചല്ലോ. ഭവാനിയും അഞ്ജനയും വരുന്നതോടെ ഈ തറവാട്ടിലെ അമ്മ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ നോക്ക്. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും തോറും അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ സംഭവിക്കുമെന്ന് സംഗീത മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ജോലിക്ക് പോവാൻ റെഡി ആയിക്കൊണ്ട് അജയ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അജയ്യെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിയും അജയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. അഞ്ജനയെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരണമെന്നും അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അഞ്ജനയോടും ഭവാനിയോടും നേരിട്ട് പോയി പറയണമെന്നും പറഞ്ഞ മുത്തശ്ശിയുടെ വാക്കിനെ ധിക്കരിച്ചതുകൊണ്ട് തന്നെ അജയോട് മുത്തശ്ശി സംസാരിക്കാതെയായി. അജയ് എങ്കിലും മുത്തശ്ശിയോടും തൻ്റെ അമ്മയായ സംഗീതയോടും വന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങാണെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ഒരിക്കൽ കൂടി അജയോട് ചോദിക്കുകയാണ്, നീ എൻ്റെ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി നീ എനിക്കൊന്ന് അംഗീകരിച്ചാൽ എന്താണ്? ഞാൻ ആദ്യമേ വിവാഹ കാര്യം പറഞ്ഞപ്പോൾ നീ അത് സമ്മതിച്ച് തന്നതായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിനക്കത് മനസ്സ് മാറിയത്? നിൻ്റെ മനസ്സിൽ ഇപ്പോഴും നൈനയാണോ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് അജയ്. അജയ് തൻ്റെ അമ്മയേക്കാളേറെ ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെ സ്നേഹിക്കുന്ന ആളാണ് മുത്തശ്ശി. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും മുത്തശ്ശിക്ക് എതിർപ്പായിട്ട് സംസാരിച്ചിട്ടുള്ളത് അഞ്ജനയുടെയോ അല്ലെങ്കിൽ തൻ്റെ വിവാഹകാര്യവുമാണ്. മുത്തശ്ശിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ അജയ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തനിക്ക് നൈനയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെയും ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും അങ്ങനെ തന്നെ ഒരിക്കലും നിർബന്ധിക്കരുതെന്നും ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് അവസാനം വരെ ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നാണ് മുത്തശ്ശിയോട് അജയ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുത്തശ്ശിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. മുത്തശ്ശിയുടെ സങ്കടം കൊണ്ടുള്ള പറച്ചിലും മുത്തശ്ശിയുടെ അഭ്യർത്ഥനയും എല്ലാ വാക്കുകളും തന്നെ അജയ് നിരസിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് വീണ്ടും വല്ലാത്ത വിഷമം തോന്നുകയാണ്. സംഗീത അജയോടായിട്ട് വന്ന് പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ? നിനക്ക് നിൻ്റെ മുത്തശ്ശിയുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അജയ് എന്ന് പറയുമ്പോൾ അജയ് പറയാണ്, മകനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, മകൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അമ്മക്കും അത് മനസ്സിലാകുമെന്ന് പറഞ്ഞ് അവൻ ആ ടേബിളിലിരുന്ന തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ധൃതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ ജീപ്പിൽ കയറുകയാണ്. മുത്തശ്ശി സംഗീതയോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് കുഞ്ഞെ ഇവന് വേണ്ടി ഇനി ചെയ്യേണ്ടത്? എന്തെല്ലാം വഴിപാടുകളാണ് ഞാൻ ഇവന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് റെഡി ആവാൻ നോക്ക്. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം. എനിക്ക് പൂജാരിയെ കണ്ട് സംസാരിക്കണം. നീ ഒന്ന് റെഡിയായി വായോ. ഞാനും പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തൻ്റെ മുറിയിലേക്കും സംഗീത അവളുടെ മുറിയിലേക്കും പോകുന്നുണ്ട്. രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ സത്യദാസ് അവിടേക്ക് എത്തുന്നത്. സത്യദാസ് ഇരുവരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടേക്കാണ് ഇത്ര രാവിലെ തന്നെയെന്ന്. മുത്തശ്ശിയും തിരിച്ച് അവനോട് അത് തന്നെയാണ് ചോദിക്കുന്നത്. നീ എന്താ ഇത്ര നേരത്തെ എത്തിയിരിക്കുന്നത്? എനിക്ക് നമ്മുടെ ഭൂമിയെ ഒന്ന് കാണണം. കഴിഞ്ഞ ദിവസം അവൾക്കുണ്ടായ അപകടം ഞാനത് അമ്മയോട് പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യം അതിലും വലിയ കഷ്ടത്തിലല്ലേ? നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും മോനെ? നീ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഭൂമി ഒരു ഓർമ്മയായി മാത്രം അവശേഷിച്ചേനെ. അമ്മ എവിടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്? ഞങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാടാ. തന്ത്രിയെ കാണണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന അനിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്ന് പറയുമ്പോൾ സത്യദാസ് പറയാണ്, ഇതിലൊക്കെ ഇപ്പോഴും അമ്മ വിശ്വസിക്കുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ നമ്മുടെ ഈശ്വരന്മാരോട് ഭൂമിയുടെ കാര്യം കൂടി ഒന്ന് പറയണം. അവളെ
അവളെ കാത്തുകൊള്ളാൻ പറയണം. അവൾക്ക് മറ്റാരുമില്ലെന്നു കൂടി ഒന്ന് പറഞ്ഞേക്കമ്മേ. എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. സാധാരണക്കാരായ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകൾക്കും ഇത്രമാത്രം ശത്രുക്കൾ എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിന്നെന്ത്, ഭൂമിക്ക് പോലും ഇവരൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് തന്നെയാണ് അവളുടെയും ഏറ്റവും വലിയ വിഷമം. എന്തുകൊണ്ടായിരിക്കും തൻ്റെ അച്ഛന് ഇത്രയ്ക്കും ശത്രുക്കൾ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ അവൾക്ക് കഴിയുന്നില്ലെന്നാണ് അവൾ പറയുന്നത്. എല്ലാവരോടും സൗമ്യനായിട്ട് സാധാരണക്കാരനായിട്ട് ജീവിച്ചൊരു വ്യക്തിക്ക് ഇത്രയ്ക്കും ശത്രുക്കളുണ്ടോ എന്ന് പോലും തൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടി മാത്രമാണ് ഭൂമിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് സത്യദാസ് മുത്തശ്ശിയോട് പറയുകയാണ്. ഉടനെ സംഗീത പറയുന്നുണ്ട്, അവിടെ പൂജ തുടങ്ങാനായേട്ടാ, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഏട്ടൻ ഭൂമിയുടെ അരികിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വന്നേക്കാം എന്നുകൂടി സംഗീത പറയുന്നുണ്ട്. അങ്ങനെ ആവട്ടെ, എങ്കിൽ നീ വന്നിട്ട് തന്നെ ഭൂമിയുടെ അരികിലേക്ക് ഞാനും പോകുന്നുള്ളൂ. സത്യദാസ് ഇരുവരെയും യാത്രയയച്ച് അകത്തേക്ക് കയറി പോകുകയാണ്. രണ്ടുപേരും കാറിൽ കയറി ക്ഷേത്രത്തിലേക്കും എത്തുന്നുണ്ട്. പൂജാരിയെ കണ്ടതും മുത്തശ്ശി പൂജാരിയുടെ അരികിലേക്ക് നടന്നു ചെല്ലുമ്പോൾ പൂജാരിയെ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷത്തിലാണ്. പൂജാരി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വീട്ടിൽ നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടും മുഖത്ത് ആ ഒരു പ്രസന്നതയൊന്നും കാണുന്നില്ലല്ലോ എന്ന്. മുത്തശ്ശിയും സംഗീതയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂജാരി ഈ പറയുന്നതെന്ന് മുത്തശ്ശിക്കും സംഗീതയ്ക്കും മനസ്സിലാവുന്നില്ല. സംഗീത പൂജാരിയോടായി ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ അനിഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. നല്ലതായിട്ടോ നമുക്ക് സന്തോഷം തരുന്നതായിട്ടോ ഒന്നും തന്നെ നടക്കുന്നില്ലെന്ന് കൂടി തന്ത്രിയോട് സംഗീത പറയുന്നത് കേട്ടപ്പോൾ തന്ത്രി വല്ലാത്ത അതിശയത്തോടു കൂടി ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി. ശരിയാണ്, രണ്ടുപേരുടെയും മുഖത്ത് പേടിയും നന്നേ വിഷമവും കലർന്നിട്ടുണ്ട്. സംഗീതയോട് തന്ത്രി ചോദിക്കുന്നുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തറവാട്ടിൽ നല്ല കാര്യങ്ങൾ മാത്രമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ച് കണ്ണ് നട്ട് കാത്തിരുന്ന ആ കുഞ്ഞു പോലും ആ പടി കടന്ന് വന്നതല്ലേ എന്നുകൂടി തന്ത്രി ചോദിച്ചതോടെ മുത്തശ്ശിക്ക് ആകെ അതിശയാവാണ്. തന്ത്രി എന്താണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് തന്ത്രി സംസാരിക്കുന്നതെന്നൊക്കെ. വീണ്ടും പൂജാരി പറയുന്നുണ്ട്, അല്ല, ഞാൻ പറഞ്ഞതേ ആ കുഞ്ഞിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ സത്യദാസിൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ട്. ആ കുട്ടിയെയല്ലേ നിങ്ങൾ ഈ കണ്ട വഴിപാടുകളും നൊയമ്പും ഒക്കെ എടുത്ത് കാത്തിരിക്കുന്നത്. ആ കുഞ്ഞ് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പടി കടന്ന് അവൾ വന്നത് ആ നിമിഷം ഞാനിവിടെ അറിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ചെയ്തു കൂട്ടിയ പൂജയുടെയൊക്കെ ബലം കൊണ്ട് തന്നെ ആയിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്. എങ്കിലും അവിടെ വന്നിട്ട് സൗഭാഗ്യപുരം തറവാട്ടിലേക്ക് വന്നിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ നിങ്ങളെയൊക്കെ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനോ എനിക്ക് സാധിച്ചതുമില്ല. ഞാൻ ആലോചിക്കുകയും ചെയ്തു, അമ്മ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് ഈ വിവരം പറയായിരുന്നതെന്ന്. തന്ത്രിയുടെ വാക്കുകളൊന്നും വിശ്വസിക്കാനോ അല്ലെങ്കിൽ തന്ത്രി പറയുന്നത് പോലെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുകൂടി മുത്തശ്ശിയും സംഗീതയും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശി തന്ത്രിയോടായി ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്താണ് പറയുന്നതെന്ന് ഒന്ന് തെളിച്ച് പറയുമോ? ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ കുഞ്ഞ് വന്നിട്ടില്ല. അത് മാത്രമല്ല തന്ത്രി, സൗഭാഗ്യപുരം തറവാട്ടിൽ നിന്നും എൻ്റെ മരുമകളും കൊച്ചുമകളും ഇറങ്ങിപ്പോവുക കൂടി ചെയ്തിരുന്നു. ഇതാണോ അങ്ങ് ഞങ്ങളോട് ചോദിച്ച സന്തോഷമായ കാര്യങ്ങൾ? ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്ന് തന്ത്രിക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും കൂടി സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഞങ്ങളെന്ന് പൂജാരിയോട് പറയാണ്. പൂജാരി പറയുന്നുണ്ട്, ഇറങ്ങിപ്പോക്കൊക്കെ നല്ലതിനു വേണ്ടി സംഭവിച്ചതാണെന്ന് മാത്രം വിചാരിക്കുക. പിടിവാശികൾക്ക് അടിമപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പടി കടന്ന്
സത്യദാസിൻ്റെ മകൾ വന്നിട്ടില്ലെന്ന് പറയുന്ന കാര്യത്തോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. അങ്ങനെയൊരു കാര്യം അവിടെ നടന്നതായിട്ട് സംഭവിച്ചതുമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാന്നേ. നിങ്ങൾ സമാധാനമായിട്ട് തൊഴുത് വന്നോളൂ എന്നുകൂടി പൂജാരി പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും സമാധാനിപ്പിച്ച് വിടുകയാണ്. പതിവ് പോലെ തന്നെ മുത്തശ്ശി ഭൂമിക്കും നമ്മുടെ അജയ്ക്കും അഞ്ജനയ്ക്കും പ്രത്യേകിച്ച് കാണാതിരിക്കുന്ന ആ പേരക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട്. വഴിപാട് ചീട്ട് കണ്ട പൂജാരി മുത്തശ്ശിയോടായി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി, ഇതിൽ പുതിയൊരു പേര് കൂടി വന്നിട്ടുണ്ടല്ലോ, ആരാണ് ഭൂമിജ എന്ന്. മുത്തശ്ശി ചെറു പുഞ്ചിരിയോടുകൂടി പൂജാരിയോടായി പറയുന്നുണ്ട്, കുറച്ചു മുമ്പ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞില്ലേ എൻ്റെ സത്യദാസിൻ്റെ മകൾ തിരിച്ചു വന്നു എന്ന്. ഞാൻ അവളിലൂടെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അവൾ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് പൂജാരി എന്നുകൂടി പറയുകയാണ്. ഉടനെ തന്നെ പൂജാരി പൂജയ്ക്കായി കയറുന്നുണ്ട്. അവർ അവിടെ തൊഴുതൊക്കെ നിൽക്കുന്നുണ്ട്. സംഗീതയുടെ മനസ്സ് മുഴുവനും പൂജാരി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ടായിരിക്കും പൂജാരി ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? തനിക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തതയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്താണ് പൂജാരി പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പൂജാരിയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം വീണ്ടും കാണാമായിരുന്നു. പൂജാരി മുത്തശ്ശിയോടായി പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്നുകൊണ്ട് ആലോചിച്ചും വിഷമിക്കരുത്. അജയ് സാറിൻ്റെ വിവാഹം അടുത്ത് തന്നെ നടക്കും. പക്ഷേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അതൊരിക്കലും അഞ്ജനയല്ല. നിങ്ങൾ ഇനിയും അജയ് സാറിനെ അങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുക. ചേരേണ്ടവർ മാത്രമേ ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉടനെ തന്നെ നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതോടുകൂടി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വരും. പിന്നെ ഈ പറഞ്ഞ ഭൂമിജയോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം, എല്ലാ കാര്യത്തിനും ശ്രദ്ധിച്ചു വേണം ചാടിയിറങ്ങാനെന്ന്. അവൾക്കും നല്ല ഭാവിയാണ് തെളിഞ്ഞു കാണുന്നത്. ഉടനെ തന്നെ മാംഗല്യത്തിനും യോഗം കാണുന്നുണ്ടെന്ന് പൂജാരി പറയുന്നുണ്ട്. പൂജാരി പ്രസാദമെല്ലാം മുത്തശ്ശിക്കും സംഗീതക്കും കൊടുത്ത ശേഷം തിരിഞ്ഞു നടക്കാൻ നേരത്ത് ഒരിക്കൽ കൂടി മുത്തശ്ശിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശി, പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോയിക്കോളൂ. നിങ്ങളുടെ കണ്ണിലെ ഇപ്പോഴും സത്യദാസ് സാറിൻ്റെ മകള് തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് കാണാഞ്ഞിട്ടാണെന്നാ ദേവി എനിക്ക് കാണിച്ചു തന്നതെന്ന് പറഞ്ഞ് പൂജാരി അങ്ങ് തിരിഞ്ഞു നടന്നു പോവുകയും ചെയ്തു. മുത്തശ്ശിക്കും സംഗീതയ്ക്കും ആകപ്പാടെ കൺഫ്യൂഷനായി. രണ്ടുപേരും അവരുടെ കാറിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഡ്രൈവറോട് കാർ എടുത്തോളാൻ പറയുന്നുണ്ട്. മുത്തശ്ശി പൂജാരി പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ട് സംഗീതയോട് സംസാരിക്കുകയാണ്. എന്നും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മുടക്കും കൂടാതെ എല്ലാം കൃത്യമായി പറയുന്ന ആളാണ് നമ്മുടെ പൂജാരി. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തന്നെ എനിക്ക് ഒരു വ്യക്തതയും വന്നിട്ടില്ല സംഗീതേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ സംഗീത പറയുന്നുണ്ട്, അദ്ദേഹം ഒന്നുമില്ലാതെ ഒന്നും അങ്ങനെ പറയില്ലല്ലോ അമ്മേ. അപ്പോൾ തുടങ്ങി ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരൊരു വളവിൽ നിന്നും മെയിൻ റോഡിലേക്ക് കടക്കെ തൻ്റെ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ ഓട്ടോയോ ബസ്സോ കാത്തു നിൽക്കുന്ന ഭൂമിജയെയാണ് മുത്തശ്ശി കാണുന്നത്. മുത്തശ്ശിക്ക് മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങളൊക്കെ തന്നെ ആ നിമിഷം എവിടേക്കോ മറഞ്ഞു പോയതായി തോന്നി. മുത്തശ്ശി ഉടനെ തന്നെ ഡ്രൈവറെ തോളിൽ തട്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു. ഡ്രൈവർ ആവട്ടെ ഭൂമിജയുടെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി ആ കാറ് ബ്രേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്തു. ഭൂമി ഇതാരാണ് തനിക്ക് മുമ്പിലെന്ന് കാറിലേക്കൊന്ന് നോക്കിയപ്പോൾ മുത്തശ്ശിയെ കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഭൂമി കാറിനരികിലേക്കൊന്നുകൂടി നടന്നു ചെന്നിട്ട് മുത്തശ്ശിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, മുത്തശ്ശിയെ ഇന്ന് രാവിലെ കൂടി ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. ഇന്നലെ സത്യദാസ് സാറിനെ കണ്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആ കൂട്ടത്തിൽ എന്നുകൂടി അവൾ വ്യക്തമായി പറയുകയാണ്. ഇത് കേൾക്കുന്ന സംഗീത ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ലേ എന്ന്. മുത്തശ്ശി ഉടനെ തന്നെ ഭൂമിജയോട് ചോദിക്കുകയാണ്, മോൾ എവിടെ പോവാൻ നിൽക്കുക? വണ്ടിക്ക് എന്ത് പറ്റിയെന്ന്. വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, പെട്രോളൊക്കെയുണ്ട്, എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ഡ്രൈവർ ഇത് കേൾക്കെ ഭൂമിജയോട് പറയുന്നുണ്ട്,
മോൾക്ക് എവിടേക്കാണ് പോവേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പിലോ ഓട്ടോ സ്റ്റാൻഡിലോ നിർത്തിത്തരാം. പോകുന്ന വഴിയിൽ ഒരു മെക്കാനിക്ക് സെൻറ്ററും കൂടിയുണ്ട്. അവിടെ ചെന്ന് നമുക്ക് പറഞ്ഞാൽ അവർ സ്കൂട്ടർ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വർക്ക് ഷോപ്പിലിട്ട് ശരിയാക്കി വെച്ചേക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് എടുത്താലും മതിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീയേ ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലൊന്നും കുഞ്ഞിനെ ഇറക്കാൻ നിൽക്കണ്ട. നമ്മുടെ തറവാട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ ആക്കിയതിന് ശേഷം മോൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ തന്നെ കൊണ്ടുപോയി അവളെ ആക്കി കൊടുക്കണമെന്ന് കൂടി മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ ഭൂമിച്ച പറയുന്നുണ്ട്, അയ്യോ വേണ്ട മുത്തശ്ശി, നിങ്ങൾ പോയിക്കോ. ഞാൻ ഒരു ഓട്ടോ കിട്ടിയാൽ എൻ്റെ സ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ കഴിയും. എനിക്ക് ധൃതിയൊന്നും ഇല്ലെന്ന് പറയാണ്. മുത്തശ്ശി അവളെ നിർബന്ധിച്ച് തന്നെ കാറിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോവാൻ കഴിയില്ല. നിന്നെ കാണാൻ വേണ്ടി ഒരാൾ ആ വീട്ടിൽ സൗഭാഗ്യപുരം തറവാട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. സംഗീത കൂടി നിന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ അവിടേക്ക് വരാതെ സംഗീതയെയും കാത്ത് തറവാട്ടിലിരിക്കുന്നത്. അവൻ്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുചെന്നാക്കി കൊടുത്താൽ ഞങ്ങൾക്കും അതൊരു സന്തോഷമാവും, അവന് വല്ലാത്ത സന്തോഷമാവുകയും ചെയ്യുമെന്ന് മുത്തശ്ശി പറയാണ്. മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സംഗീത ആരെക്കുറിച്ചാണാവോ മുത്തശ്ശി പറയുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ആലോചിച്ച് നിൽക്കാതെ കാറിൽ കയറാൻ സംഗീത ഭൂമിജയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയും തർക്കിച്ച് നിൽക്കണ്ടെന്ന് കരുതി ഫ്രണ്ടിലെ ഡോറ് തുറന്ന് ഡ്രൈവർക്കൊപ്പം സീറ്റിൽ കയറിയിരിക്കുകയാണ് ഭൂമിജ. ഭൂമിജയ്ക്ക് ഒട്ടും തന്നെ സമാധാനമില്ലാതെ ചോദിക്കുകയാണ്, ആരാണ് മുത്തശ്ശി എന്നെയും കാത്ത് ആ തറവാട്ടിലിരിക്കുന്നതെന്ന്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അവിടെ എത്താൻ ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ. നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒന്ന് കണ്ടെത്തി പറ, നിന്നെയും കാത്ത് എൻ്റെ തറവാട്ടിൽ ആരായിരിക്കും ഇരിക്കുന്നതെന്ന്. ഭൂമിയുടെ മനസ്സിലേക്ക് സത്യദാസിൻ്റെ മുഖം ഒട്ടും തന്നെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നില്ല. ഭൂമി മനസ്സിൽ ചിന്തിക്കുന്നത്, അജയ് സാറിന് എന്നെ കാണാനായി അവിടേക്ക് വരേണ്ട ആവശ്യമില്ല, അതും സംഗീത മേഡത്തിനൊപ്പം പ്രത്യേകിച്ചും. എന്നെ അങ്ങ് സ്റ്റേഷനിൽ വന്നാലും ഞാനവിടെ ടീ ഷോപ്പിലുണ്ടാവുമല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കാറ് സൗഭാഗ്യപുരം തറവാടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിരുന്നു. പോർച്ചിൽ കൊണ്ടുപോയി കാർ ഇറക്കിയപ്പോൾ സംഗീതയും മുത്തശ്ശിയും കാറിൽ നിന്നിറങ്ങി, ഒപ്പം ഭൂമിജയും. ഭൂമിജ സിറ്റ് ഔട്ടിലേക്ക് കയറാനായി കാലെടുത്ത് വെച്ചപ്പോഴേക്കും അതാ മുമ്പിൽ നിൽക്കുന്നു സത്യദാസ് സാറ്. സത്യദാസിനെ കണ്ടതോടെ ഭൂമിജയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഭൂമിജ ഉടനെ തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി സാറായിരുന്നു എന്നെയും കാത്ത് ഇവിടെ ഇരുന്നിരുന്നത്? അതേന്നേ, പിന്നല്ലാതെ ആരാ? അയ്യോ, ഇത് വലിയ അതിശയായിരിക്കുന്നു. ഞാൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇന്നലെ രാത്രിക്കാലത്തെ വെപ്രാളത്തിനിടയ്ക്ക് സാറിനോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനും ചോദിച്ചറിയാനും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആ സ്കൂട്ടർ പണി തന്നതും മുത്തശ്ശിയുടെ കാറിൽ കയറേണ്ടി വന്നതെന്നുകൂടി ഭൂമിജ പറയാണ്. ഇത് കേൾക്കുന്ന സത്യദാസ് പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ അമ്മ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണല്ലേ? അതുകൊണ്ടാണല്ലോ ഇവളെ വഴിയിൽ നിന്നും കിട്ടിയതെന്നുകൂടി മുത്തശ്ശിയോട് സത്യദാസ് പറയുകയാണ്. ഭൂമിജയോട് പുറത്ത് തന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് കയറിയിരിക്കൂ എന്നുകൂടി സംഗീത പറയുന്നുണ്ട്. ഭൂമിയെയും വിളിച്ച് സംഗീത അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സത്യദാസും ഭൂമിയും മുത്തശ്ശിയും സംഗീതയും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സത്യദാസ് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? എന്താണ് എന്നിൽ നിന്നും നിനക്ക് ചോദിച്ചറിയാനുള്ളതെന്ന്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.